+2 സയൻസ് പഠിച്ചൊരു കുട്ടി സയൻസ് മേഖലയ്ക്ക് തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് 2 ഓപ്ഷനാണ്. ഒന്ന്, നമ്മുടെ നാട്ടിലുള്ള പ്രീമിയം കോഴ്സുകൾ, അതായത് ജനങ്ങളോട് പറഞ്ഞാൽ +2 സയൻസ് കഴിഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയർ, ആ ഒരു മേഖലയുണ്ട്. പ്രൊഫഷണൽ മേഖല, ഡാറ്റ സയൻസ്, അങ്ങനെയുള്ള ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പഠനം, റിസർച്ച് ആ വഴിക്ക് പോകും. രണ്ടാമത്തെ ഒരു മേഖല, +2 സയൻസ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന ട്രഡീഷണൽ വേയിൽ പോവുകയാണെങ്കിൽ നമുക്ക് BSc, MSc, പിന്നെ അതിൻ്റെ B.Ed, അതിൻ്റെ മുകളിൽ PhD അങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. നമ്മളെല്ലാവരും പഠിക്കുന്നതിനാണ്. എല്ലാ ആൾക്കാരും പറയും നല്ല ജോലി കിട്ടാൻ, നല്ല ശമ്പളമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും കോളേജിൽ ഡിഗ്രിക്കും മറ്റേക്കും പോകുന്നത് വളരെ അപൂർവം ആൾക്കാരെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ജോലിക്കാന്ന് പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു BSc കഴിഞ്ഞ കുട്ടിക്കോ ഒരു MSc കഴിഞ്ഞ കുട്ടിക്കോ എന്തെങ്കിലും സാധാരണഗതിയിലുള്ള ജോലികൾ കിട്ടുന്നുണ്ടോ? കിട്ടിയാൽ തന്നെ ഈ പറയുന്ന ഒരു 40,000-50,000 രൂപയൊക്കെ മന്ത്ലി സാലറി കിട്ടാനുള്ള വലിയ ജോലിയും നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ റെയർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. എന്നാലും അങ്ങനെ എല്ലാ ആൾക്കാർക്കും കിട്ടുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ഇന്നത്തെ ജോബ് മാർക്കറ്റ് അങ്ങനെയാണ്. ഇനി പിന്നെ നമ്മുടെ PhD ഒക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ റിസർച്ചൊക്കെ നടത്തി അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5-10 വർഷമൊക്കെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്ന, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു ജോലിയും റെമ്യൂണറേഷനൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു 10 വർഷമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം ഡ്യൂറേഷൻ കൂടുതലാണ്, നമ്മുടെ എഫേർട്ട് കൂടുതലാണ്, അതിൻ്റെ മുകളിലുള്ള ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇനി സയൻസ് സ്ട്രീമിൽ തന്നെയാണെങ്കിൽ പ്രൊഫഷണൽ മേഖലയിലേക്ക് പോകാം. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ആ ഒരു രീതിയിലേക്കുള്ള കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ മിനിമം ഒരു ഡിഗ്രി പഠിക്കാൻ ഗവൺമെൻറ് കോട്ടയിലെല്ലാം സീറ്റ് കിട്ടുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും മെഡിസിനും എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കണമെങ്കിൽ അത്യാവശ്യം ഒരു ഇടത്തരം കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് ഡിഗ്രി എങ്ങനെയെങ്കിലും ക്വാളിഫൈ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. പിന്നെ അതിൻ്റെ മുകളിൽ ഹൗസ് സർജൻസി, ഇനി ഇപ്പം മെഡിസിനൊക്കെ ആണെങ്കിൽ MD, അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്പെഷ്യലൈസേഷൻ, പിന്നെ നല്ലൊരു കരിയറൊക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോഴേക്ക് സ്റ്റേപ്പിലും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാലും ഞാൻ പറയണം, ഒരു അത്യാവശ്യം ഒരു നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് അത്യാവശ്യം ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്ക് ഒരു 10-12 വർഷമൊക്കെ അതിനൊരു ഡ്യൂറേഷൻ എടുക്കും. ഇതെല്ലാം ഞാൻ എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അതൊന്നും കൺസിഡർ ചെയ്യാണ്ട് ഒരു നോർമൽ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് B.Tech കഴിഞ്ഞ് M.Tech അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ച് പിന്നെ ഒരു 3-4 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോഴാണ് നമുക്കും സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുക. പിന്നെ